വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഇറാനുമായുള്ള യുദ്ധം തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞു. അമേരിക്കൻ സൈന്യം ഭയന്നോടുന്ന ഒരു കാഴ്ച അമേരിക്കക്കാർക്ക് മനസ്സിലായി. ഒരു മാസം ഇറാൻ എന്ന അത്ര ശക്തമല്ലാത്തൊരു രാജ്യത്തിന് നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടും അവരെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഇപ്പൊ കരസൈന്യം ഇറങ്ങാൻ പോവുകയാണ് അമേരിക്കയുടെ. പക്ഷേ അമേരിക്കയിലെ പല സെനറ്റ് അംഗങ്ങളും ക്യാബിനറ്റ് അംഗങ്ങളും ഈ കരസൈന്യം ഇറങ്ങുന്നതിനെ എതിർത്തുകൊണ്ടിരിക്കുക. ട്രംപിന് ഇപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു പിടുത്തമില്ല. ഒരിക്കൽ പോലും ഇറാനിലെ ആണവ നിലയങ്ങൾ ആക്രമിക്കരുത് എന്ന് പറഞ്ഞിട്ടും അങ്ങനെ ട്രംപ് ഉറപ്പ് കൊടുത്തിട്ടും ഇസ്രായേൽ അതൊക്കെ ആക്രമിച്ചു. തിരിച്ച് ഇങ്ങോട്ടും ആക്രമിക്കാൻ തുടങ്ങി. ഇനി വരുന്നൊരു കാഴ്ച ഞാൻ ഈ പറയുന്ന കാര്യങ്ങളായിരിക്കും ഇനി സംഭവിക്കുക അടുത്തൊരാഴ്ചക്കുള്ളിൽ. ട്രംപ് സ്വയം യുദ്ധം അങ്ങോട്ട് നിർത്തും. എന്നിട്ട് പറയും ഞാൻ വിജയിച്ചു എന്ന് പറയും. ട്രംപ് സ്വയം അവകാശപ്പെടും അമേരിക്ക വിജയിച്ചു, യുദ്ധം അവസാനിപ്പിക്കുകയാണ്. അതോടുകൂടിയിട്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ ആക്രമിക്കുന്ന ഇറാന്റെ ശൈലി അവസാനിക്കും. ഇനി യുദ്ധം ആര് തമ്മിലാവും? ഇസ്രായേലും ഇറാനും തമ്മിലാവും. ഹൂത്തികൾ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഹൂത്തികൾ ഇതുവരെ മിണ്ടാതിരിക്കായിരുന്നു. അവരിപ്പോൾ ഇറാന് വേണ്ടിയിട്ട് അമേരിക്ക ആക്രമിക്കാൻ തുടങ്ങിയാൽ ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം നിൽക്കും. ഇനി നമുക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം കൊടും പട്ടിണിയിലേക്കാണ്. കോവിഡ് കാലത്ത് നമ്മൾ എങ്ങനെ ബുദ്ധിമുട്ടിയോ അതിൻ്റെ 10 മടങ്ങ് ബുദ്ധിമുട്ടാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പറയാൻ കാരണം പാചകവാതകം കിട്ടാനില്ല. അതേപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടി. ഇപ്പം നയോര പമ്പുകൾ 5 രൂപയാണ് പെട്രോളിന് വില കൂട്ടിയത്, 3 രൂപ ഡീസലിന്. പെട്രോളിനൊക്കെ വില കൂടിയാൽ നടക്കുന്നൊരു സംഭവം എന്താ അറിയോ? എല്ലാ സാധനങ്ങളുടെ വില കൂടും. സാധനങ്ങളുടെ വില കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം താറുമാറാവും. ഇപ്പം തന്നെ പാചകവാതകം കിട്ടാനില്ല. നമ്മുടെ നാടിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ 130 കോടി ജനങ്ങളുള്ള നമ്മുടെ ഇന്ത്യയിൽ അന്നന്നൊക്കെ ആവശ്യമായ പാചകവാതകം ഇങ്ങോട്ട് കൊണ്ടുവരില്ല. സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ട് ദീർഘകാല അളവ് സൂക്ഷിക്കുന്ന ഒരു സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നൊരു കാര്യമുണ്ട്, 2 മാസത്തേക്കുള്ള പാചകവാതകം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് വെച്ചാൽ 2 മാസത്തേക്കുള്ളതേ ഉള്ളൂ. അതോടൊപ്പം കടകളിൽ ചായക്ക് 15 രൂപയായി. 10 രൂപ ഉണ്ടായിരുന്നത് 15 രൂപയായി. 8 ഉണ്ടായിരുന്നത് 13 രൂപയായി. പൊറോട്ടയ്ക്ക് വില കൂടി. അപ്പോൾ സാധനങ്ങളുടെ വില പതുക്കെ കൂടിക്കൊണ്ടിരിക്കുക. വരാൻ പോകുന്ന മറ്റൊരു ദുരന്തം ഈ വളമുണ്ടല്ലോ, വളം ഉണ്ടാക്കാനുള്ള വസ്തുക്കൾ വന്നിരുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് ഇന്ത്യയിലേക്ക് വന്നിരുന്നത്. ഇനി വളത്തിന് വില കൂടും. വളം കിട്ടാതാകുന്നതോടെ നമ്മുടെ നാട്ടിലെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കുറയും. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞാൽ നമ്മൾ ഈ അരിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ അരി മുഴുവനും നമ്മളിവിടെ ചോറാക്കി തിന്നലില്ല. നമ്മൾ ഈ അരി മുഴുവനും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് അവിടെ നിന്ന് നമ്മൾ ഡോളർ വാങ്ങി ആ ഡോളർ കൊണ്ടാണ് നമ്മൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിയിരുന്നത്. ഇത് വരാൻ പോകുന്ന ഒരു ദുരന്തം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല. ദിവസങ്ങൾക്കകം നമ്മുടെ രാജ്യത്ത് അനുഭവിക്കാൻ പോകുന്ന പട്ടിണിയും പ്രയാസങ്ങളാണ്. ഇപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ പലർക്കും ജോലി നഷ്ടപ്പെട്ടു തുടങ്ങി. അവിടെയൊക്കെ 50% വസ്തുക്കളുടെ വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അവിടുത്തെ ജീവിതം വലിയ ബുദ്ധിമുട്ട്. ഇതിനിടയിൽ മഴ. ദുബൈയിലൊക്കെ കാണുന്നത് കടകളിൽ മുഴുവനും വെള്ളം കയറി ആളുകൾ മുഴുവനും കൊള്ളയടിക്കുന്ന ഒരു കാഴ്ച. വലിയ വലിയ വിലപിടിപ്പുള്ള വസ്ത്രശാലകളിൽ കയറി എടുത്തുകൊണ്ട് പോവാം. ഒരു കടകളുടെ ഗ്യാസൊക്കെ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ തകർന്നു പോയിക്കുക. അവിടുന്ന് റോട്ടിൽ നിന്നൊക്കെ മീൻ പിടിക്കുക. ഇതൊന്നും നമ്മുടെ നാട്ടിൽ മഴക്കാലത്ത് ഉണ്ടാകണ പോലത്തെയാണ് ദുബൈയിലടക്കം സ്ട്രീറ്റിലടക്കം സംഭവിക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനും കീഴ്മേലും മറിയാണ്. ഈ യുദ്ധം മൂലം അവിടുത്തെ പച്ചക്കറികളുടെയും മറ്റെല്ലാത്തിൻ്റെയും വില കൂടുകയാണ്. പലരുടെയും ശമ്പളം വെട്ടിക്കുറച്ചു. പലർക്കും ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചു. പുതിയ ആളുകളെ ദുബൈയിൽ ജോലിക്കെടുക്കുന്നില്ല. ഉള്ള ആളുകളുടെ ജോലി തന്നെ വർക്ക് അറ്റ് ഹോം ആക്കുകയാണ്. ആരെങ്കിലും പോവുകയാണെങ്കിൽ പിന്നെ തിരിച്ച് എടുക്കുന്നില്ല അവരെ. അപ്പോൾ നമ്മളാണെങ്കിലോ 89 ലക്ഷം ആളുകളുണ്ട് ഇന്ത്യക്കാർ പ്രവാസികളായിട്ട്. അതിൽ ഈ 89 ലക്ഷം ആളുകൾ ഇന്ത്യക്കാർ പ്രവാസികളാണെങ്കിൽ അതിൽ നല്ലൊരു പങ്കും മലയാളികളാണ്. ആ നല്ലൊരു പങ്കും മലയാളികളുടെ ആളുകൾ നല്ലൊരു പങ്കും UAE-യിലാണ്. പിന്നെ സൗദി, ഖത്തർ, ഈ രാജ്യങ്ങളിലേക്കൊക്കെയാണ് ഇറാൻ ആക്രമിച്ചിട്ടുള്ളത്. അവിടുത്തെ നഷ്ടം ഇപ്പോൾ യുദ്ധം ഇന്നണ്ട് അവസാനിപ്പിച്ചു എന്ന് കരുതിക്കോ, നാളൊക്കെ എല്ലാം നേരാവെന്ന് കരുതോ, 3 മാസം എടുക്കും ഇത് പഴയതുപോലെ ആവാൻ. പാചകവാതകം പുറത്തുനിന്ന് വരണം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പുറത്തുനിന്ന് വരണം, നമ്മുടെ ഭക്ഷണങ്ങൾ അങ്ങോട്ട് വിൽക്കണം, നമ്മുടെ പച്ചക്കറികൾ അങ്ങോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ ഗൾഫിലേക്കൊന്നും കൃത്യമായിട്ട് സാധനങ്ങൾ കയറ്റുമതി ചെയ്യാൻ പറ്റുന്നില്ല. കുപ്പിവെള്ളത്തിനടക്കം വില കൂടി. അപ്പോൾ ഇനി വരാൻ പോകുന്നൊരു ദുരന്തം വസ്തുക്കളുടെ വില കൂടുന്നു. അതിന് പെട്രോളിൻ്റെ ഉൽപ്പന്നങ്ങളുടെ വില കൂടിയാൽ അതും കൂടും. അതോടൊപ്പം തന്നെ പാചകവാതകം കിട്ടാതെ ഇപ്പോൾ എത്ര ഹോട്ടലുകൾ പൂട്ടിയെന്ന് അറിയോ? ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയുകയാണ്, ഡീസലിനാണ് അവിടുത്തെ സ്റ്റവ് പ്രവർത്തിക്കുന്നത്. മണ്ണെണ്ണ സ്റ്റവ്, അതേപോലെ ഡീസൽ സ്റ്റവ്, പിന്നെ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങൾ, ഇതിൽ നിന്നൊക്കെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. പല കടകളിലും കൃത്യമായിട്ടുള്ള മെനു വെട്ടിക്കുറച്ചു, ഹോട്ടലുകൾ കുറച്ചു. അപ്പോൾ വരാൻ പോകുന്ന ഒരു ദുരന്തം ഈ രീതിയിലേക്കാണ്. നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം,
ഒന്ന് അരമുറുക്കി ജീവിക്കാൻ പഠിക്കുക. ചെലവുകളൊക്കെ ഒന്ന് ചുരുക്കുക. ചെലവുകൾ ചുരുക്കിയിട്ട് പ്രത്യേകിച്ച് ഗൾഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വീട്ടുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭർത്താക്കന്മാരോ നിങ്ങളുടെ മക്കളോ സഹോദരങ്ങളൊക്കെ ഗൾഫുകാരാണ്, ആ ഗൾഫുകാരുടെ പണം കൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ഗൾഫിൽ നിന്ന് നിങ്ങളുടെ ഭർത്താവ് 15,000 രൂപ അയച്ചാൽ നിങ്ങൾ 10,000 രൂപ കൊണ്ട് ചെലവഴിക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെയാണോ ഉമ്മമാർ? നിങ്ങൾക്കറിയാലോ ചെലവ് ചുരുക്കാനുള്ള ഐഡിയ പുരുഷന്മാരെക്കാൾ നന്നായിട്ട് അറിയുന്നവരാണ് ആര്? സ്ത്രീകൾ. പരമാവധി ചെലവ് ചുരുക്കി ജീവിക്കാൻ ശീലിക്കുക. കാരണം ഈ ഒരു 6 മാസത്തേക്ക് ഇതിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ചെലവ് ചുരുക്കാൻ ശീലിച്ചാൽ നമുക്ക് ഈ പ്രയാസത്തിൽ രക്ഷപ്പെടാൻ കഴിയും. ഇനി വേറൊരു കാര്യം കേട്ടോ, കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറയുന്നത് ഈ ഒരു വർഷക്കാലത്ത് മഴ കുറയുമെന്നുള്ളതാണ്. മഴ കുറഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? മഴ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷ്യോൽപാദനം കുറയും. ഭക്ഷ്യോൽപാദനം കുറഞ്ഞാൽ ആഭ്യന്തര ആവശ്യങ്ങൾക്കുള്ള ഭക്ഷണോൽപാദനം മാത്രമേ നമുക്കുണ്ടാവൂ. ഇതൊക്കെ വരുന്നത് കോവിഡിനേക്കാൾ വലിയ ദുരന്തമാണ്. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സാമ്പത്തിക കാര്യ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ച ഗൗരവമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഗൾഫിൽ നിന്ന് കാശ് അയക്കുമ്പോൾ പരമാവധി നിങ്ങൾ പിശുക്കിയിട്ട് എന്ത് എടുത്തു വെച്ചിട്ട് നമുക്ക് ഒരു വിഷമകരമായൊരു സമയത്ത് നമ്മളൊന്ന് ചെലവ് ചുരുക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എല്ലാ പ്രശ്നങ്ങളും മാറും. നമുക്കറിയാലോ, ഇന്ന മഅൽ ഉസ്രി യുസ്ര. ഒരു പ്രയാസമുണ്ടോ നമുക്കൊരു സന്തോഷമുള്ളത് വരാനുണ്ട്. അതിന് ഓപ്പോസിറ്റ് അർത്ഥം, അതിന് സന്തോഷമുണ്ടോ പ്രയാസവും വരാനുണ്ട്. നമ്മൾ ഇതുവരെ അമിതമായിട്ട് പണം ചെലവഴിച്ച് ദൂർത്തടിച്ച് നടന്നിരുന്ന ആളുകൾ ലോകത്താകമാനം ഇപ്പോൾ അതിൻ്റെയൊക്കെ നേരെ വിപരീതമായി അനുഭവിക്കാൻ പോവാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. യുദ്ധക്കൊതിയന്മാരായ കുറേ ആൾക്കാരുണ്ട്. ഞങ്ങൾ ജയിച്ച, അങ്ങോട്ട് ജയിച്ചേ. ഇറാനിലെ ടെഹ്റാനിലൊക്കെ ഗംഭീര ആക്രമണമാണ്. ടെഹ്റാൻ്റെ പല ഭാഗങ്ങളും തകർന്നു. കാരണം ഇസ്രായേൽ ഒരു വലിയ ശക്തിയാണ്. തിരിച്ചങ്ങോട്ട് അടിക്കുന്നുണ്ട് ഇറാൻ്റെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇറാൻ്റെ പ്രത്യേകത ഒരു 3 ദിവസം അവസാനിപ്പിക്കേണ്ട യുദ്ധമാണ്. കാരണം ഇറാൻ്റെ പരമോന്നത അവനെ അവസാനിക്കുക ഭരണമാറ്റം. ഇതൊരു മാസമായിട്ട് പോലും ഇറാനെ തോൽപ്പിക്കാനായിട്ടില്ല. ഇറാൻ്റെ എല്ലാ ഭാഗങ്ങളും അടിച്ചമർത്തി അവർ ആണവോർജ നിലയങ്ങൾ തകർത്ത്, ആയുധ സംഭരണങ്ങൾ തകർത്ത്, ഇതൊക്കെ ചെയ്തിട്ടും പിന്നെയും ഇവരൊക്കെ മിസൈലുകളുണ്ട്. അപ്പോൾ അതിന് തിരിച്ചടിയായിട്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക്, ജെറൂസലേമിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇറാൻ ആക്രമിക്കുന്നുണ്ട്. പക്ഷെ പ്രധാനികൾ ആരും കൊല്ലപ്പെടുകയോ കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഇതത്രയൊക്കെ പരിമിതികൾ ഉണ്ടായിരുന്നു ഇറാന്റെ ആയുധങ്ങൾക്ക്. പക്ഷേ ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ അങ്ങനെയല്ല. അവരെ പ്രധാനികൾ കൊല്ലപ്പെടുന്നു, അവർ ലെബനാനിലേക്ക് ആക്രമിക്കുന്നു. ഇപ്പോൾ നടക്കുന്നൊരു കാഴ്ച, ഹൂത്തികളടക്കം ഇറാന്റെ കൂടെ ചേർന്നിട്ടുണ്ട്. ഹൂത്തികൾ കൂടെ ചേർന്നാൽ ഇതിന്റെ യഥാർത്ഥ ഭയം ആർക്കെന്നറിയോ? സൗദി അറേബ്യക്കാണ്. അപ്പം അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. യുദ്ധക്കൊതിയിൽ ഞങ്ങൾ ജയിച്ചു മറ്റാൾ തോറ്റു എന്ന് പറഞ്ഞ് ആക്രോശിക്കേണ്ട ഒരു സാഹചര്യമല്ല. നമ്മുടെ അടുക്കളയിലെ പാചകം പോലും, കട്ടൻ ചായനെ പോലും ബാധിക്കുന്നതാണ് ഈ യുദ്ധമെന്ന് ഓർക്കുക. അപ്പം ഞാനെന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഇപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയമാണ്. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരുപാട് വനിതകൾ സ്ഥാനാർത്ഥികളായിട്ടുണ്ട്, പുരുഷന്മാർ സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. ഇന്നലെ സമസ്തയുടെ നേതാവ് മുക്കം ഉമർ ഫൈസി ഒരു പ്രസ്താവന ഇറക്കി. അതായത് മുസ്ലിം ലീഗ് ഈ പുരുഷന്മാർ നിർത്തേണ്ട ജനറൽ വാർഡുകളിൽ സ്ത്രീകളെ നിർത്തരുത് എന്നുള്ളതാണ്. അത് അങ്ങനെ നിർത്തുന്നതിനോട് സമസ്തയ്ക്ക് യോജിപ്പില്ല എന്നുള്ളതാണ് മുക്കം ഉമർ ഫൈസി പറഞ്ഞത്. ഇതിനെതിരെ ഭയങ്കര പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ മുസ്ലിം ലീഗ് ഫാത്തിമ തഹലിയ പേരാമ്പ്രയിലെ ഏറ്റവും ഗ്ലാമർ മത്സരം നടക്കുന്ന സ്ഥലമാണ്. അവിടെയുള്ള ഫാത്തിമ തഹലിയ ഒരു ജനറൽ സീറ്റാണ്. കാരണം നിയമസഭയിലേക്ക് സംവരണമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു മുക്കം ഉമർ ഫൈസി പറഞ്ഞത് മുസ്ലിം ലീഗിലെ വനിതാ സ്ഥാനാർത്ഥികളെ ലക്ഷ്യം വെച്ചിട്ടാണ്. ഇങ്ങനെ വനിതകൾ സ്ഥാനാർത്ഥിയാകുന്നതിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതായത് നിയമസഭയിലേക്ക് മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു പാർട്ടി ജനറൽ സീറ്റിൽ ആണുങ്ങളെ വെക്കാതെ സ്ത്രീകളെ സ്ഥാനാർത്ഥികളായിട്ട് വെക്കുന്നതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മുക്കം ഉമർ ഫൈസിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുൻപ് സമദ് പൂക്കോട്ടൂർ ഉസ്താദ് പറഞ്ഞൊരു വാക്ക് നിങ്ങളൊന്ന് കേൾക്കുക. മുസ്ലിം ലീഗിന് ഇത്തവണ വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാവുന്ന ഒരു പ്രചാരണമുണ്ട്. ആ നിലയ്ക്ക് നേതാക്കളും സൂചന നൽകുന്നുണ്ട്. എന്നാൽ പലരും ഉയർത്തി കാണിക്കുന്ന സമസ്ത എതിർക്കും, അതുകൊണ്ട് വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെ ഒരു സാധ്യതയെ സമസ്ത എതിർക്കുമോ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വന്നാൽ? വനിതാ സ്ഥാനാർത്ഥികളെ സാധാരണഗതിയിൽ ഇലക്ഷനിൽ നിർത്തിവരുന്നത് സംവരണ തത്വം പാലിക്കുക എന്ന നിർബന്ധിത സാഹചര്യത്തിലാണ്. നിയമസഭയിലേക്ക് അങ്ങനെ ഒരു നിർബന്ധിത സാഹചര്യം ഇല്ല. അഥവാ വനിതാ സ്ഥാനാർത്ഥിക്ക് സംവരണം കൊടുക്കണമെന്ന നിയമം വന്നിട്ടില്ല. നിയമം വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നത് സ്വാഭാവികമായും അത്യാവശ്യമില്ലാത്ത കാര്യമാണ്. കാരണം നമ്മുടെ സഹോദരിമാരുടെ പ്രശ്നം പരിഹരിക്കാൻ തീർച്ചയായും നമുക്ക് സാധ്യമാകുന്നുണ്ട്. സ്ത്രീകൾക്ക് ഇസ്ലാം മുന്തിയ പരിഗണന കൊടുത്തിട്ടുണ്ട്, അവർക്ക് സ്ഥാനങ്ങളും നൽകിയിട്ടുണ്ട്. അതേസമയത്ത് ഇലക്ഷനിൽ ഒരു കുടുംബിനി ഇറങ്ങി പ്രവർത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ പരിധിയും പരിമിതിയുമുണ്ട്. അതേസമയത്ത് നിർബന്ധമായും സംവരണ തത്വം വന്നാൽ അത് പാലിക്കേണ്ടി വരും. അത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഘടകമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു അനിവാര്യ ഘടകമല്ല.
ഏകദേശം സംസ്ഥയുടെ നിലപാട് മനസ്സിലായല്ലോ. നിർബന്ധിത സാഹചര്യത്തിൽ മാത്രമേ സ്ത്രീകളെ സ്ഥാനാർത്ഥിയാക്കാവൂ എന്നാണ് സംസ്ഥയുടെ നിലപാട്. ഈ നിലപാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.